ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അഭിഷേക് ഡയറീസ്. അപ്പം നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും അഭിഷേക് ഡയറീസിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ ഒത്തിരി നന്ദി കേട്ടോ. അപ്പം എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. കാര്യം അഭിഷേകിനെ സ്വീകരിച്ചതിൽ, അവനെ സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ ഒത്തിരി നന്ദി കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ അഭിഷേക് ഇപ്പം കുറച്ച് നാളായിട്ട് വെക്കേഷൻ ക്ലാസ്സൊക്കെ ആയിട്ട് ആൾ ഭയങ്കര തിരക്കാണ്. അപ്പം ആളെ ഞായറാഴ്ച മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടാറുള്ളൂ. അപ്പം മിക്കവാറും എല്ലാ ഞായറാഴ്ചകളും നമ്മൾ പുറത്തേക്ക് പോകുന്നതാണ്, എന്തെങ്കിലും ഒരു ഫംഗ്ഷനായിട്ട് അല്ലെങ്കിൽ വെളിയിലോട്ടൊക്കെ ഒന്ന് പോകാറുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയായതുകൊണ്ട് കുറച്ച് നാളായിട്ട് പുറത്തോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. ഭയങ്കര സങ്കടമാണ്. പക്ഷേ ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ മഴയൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഞായറാഴ്ചയും കൂടെ അല്ലേ, ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ ദൂരത്തോട്ടൊന്നുമല്ല, നമ്മുടെ അടുത്ത് തന്നെ ഒരു ചർച്ചിലേക്കാണ് പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് സെൻറ്റ് മേരീസ് ചർച്ചിലോട്ടാണ്, ഞങ്ങളുടെ ജംഗ്ഷൻ തന്നെ ഉള്ളൊരു പള്ളിയാട്ടോ. അപ്പോൾ നല്ല ഒത്തിരി വിളിപ്പുറത്താണല്ലോ നമ്മുടെ മാതാവ്. അപ്പോൾ ഞാനവിടെ ഇവിടെ വന്ന നാൾ മുതൽ എട്ട് നോയമ്പൊക്കെ ആണെങ്കിലും മുടങ്ങാതെ എടുത്ത് എനിക്കൊത്തിരി സമാധാനവും സന്തോഷമൊക്കെ തന്നൊരു സ്ഥലമാണ് ഈ പള്ളി. അപ്പോൾ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അഭിഷേകിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒത്തിരി പ്രാവശ്യം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും കിട്ടുന്ന സമയത്തൊക്കെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അഭിരാമിയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നുമില്ല, നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സമാധാനമായിട്ട് വലിയ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് കയറി പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. നമുക്ക് അകത്തേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അതാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞത്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അഭിഷേകിനെ കൊണ്ട് മെഴുകുതിരി കത്തിപ്പിക്കാൻ വലിയ പാടായിരുന്നു. കാര്യം അവന് തീ വളരെ പേടിയാണ്. തീയുള്ള സ്ഥലത്തേക്ക് പുള്ളിക്കാരൻ അങ്ങനെ വരത്തേയില്ല, ഭയങ്കര പേടിയാണ്, ദൂരത്തുനിന്ന് കാണത്തേ ഉള്ളൂ. പിന്നെ ഞാനും കൂടെ പിടിച്ച് ഞാനും അഭിരാമിയും കൂടെ മാറിയാണ് വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എപ്പോഴും നമ്മൾ ദീപം കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴത്തേക്കും എന്താണെന്ന് അറിയത്തില്ല, അവൻ പ്രാർത്ഥിക്കും, അതിൻ്റെ അർത്ഥം ഒന്നും അവൻ അറിയത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ കുറേ നേരമൊക്കെ നിന്നു, വർത്തമാനമൊക്കെ പറഞ്ഞ് നടന്നു. പിന്നെ കുറേ ഫോട്ടോ എല്ലാം എടുത്തു. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതിനടുത്തോട് ചേർന്ന് ഒരു വലിയ ഹാളുണ്ട്, പള്ളിയുടെ വക തന്നെ ഹാളാണ്. ഇവിടെ ഒത്തിരി കല്യാണങ്ങളും ഫങ്ഷൻസൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒത്തിരി ഫങ്ഷൻസൊക്കെ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്, നമ്മളിവിടെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കിണർ നല്ല ഭംഗിയുള്ള രീതിയിൽ ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അഭിഷേകിന് കിണർ കണ്ടാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്, അതിനകത്ത് എന്താണെന്നൊരു എക്സൈറ്റ്മെൻറ്റാണ്. പിന്നെ ഞങ്ങൾ പതുക്കെ ഇങ്ങ് പോന്നു കേട്ടോ. ഞങ്ങൾ പോന്നപ്പോഴത്തേക്കും ഒരു സന്ധ്യ നേരമായി. ഞങ്ങൾ 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നന്നായിട്ട് സന്ധ്യയായി. ഇതുപോലെ കണ്ടോ, ഒരു ചെറിയ ഇരുട്ടൊക്കെ തുടങ്ങി. പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല, നമ്മുടെ നാടല്ലേ, എന്ത് പേടിക്കാനാ. പിന്നെ ഞാനും അഭിഷേകും അഭിരാമിയും കൂടെ പതുക്കെ നടന്നു. പിന്നെ ദൈവഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല, അതുകൊണ്ട് വലിയ നനയാതൊക്കെ അങ്ങ് വീട്ടിൽ ചെല്ലാൻ പറ്റി. ഇടയ്ക്ക് വെച്ച് അഭിരാമി ഒന്ന് പിണങ്ങി, അത് സ്ഥിരമുള്ളതാണ്, ഞങ്ങൾ എവിടെ പോയാലും അവസാനം പുള്ളിക്കാരിക്കൊരു പിണക്കമുണ്ട്, അത് ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടിയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഒരാൾ കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഉണർന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ഭയങ്കര ചിരിയൊക്കെ ചേച്ചി നിൽക്കുകയാണേ. ഭയങ്കര ചിരിയാണ്, വീഡിയോ കണ്ടാൽ ഭയങ്കര ചിരിയാണ് ആൾക്ക്. പിന്നെ ഞങ്ങൾ ഞായറാഴ്ച അങ്ങനെ വലിയ തിരക്കുകളൊന്നുമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ടാറ്റാ.